ഡാഡി കഴിഞ്ഞതും ഇവിടെ കടുവിറങ്ങി 27 ദിവസം കടുവിറങ്ങി. പക്ഷെ ആ കടുവ ഇതുവരെ ഫോറസ്റ്റുകാർ പിടിച്ചിട്ടില്ല. അറിയോ? എന്റെ ഡാഡിയുടെ ട്രാക്ടർ കൂട് വെക്കാൻ ഫോറസ്റ്റുകാർക്ക് ആവശ്യമായ സാധനങ്ങള് എത്തിച്ചു കൊടുക്കാൻ എടുത്ത എന്റെ ഡാഡിയുടെ ട്രാക്ടർ. അതിനെല്ലാം എന്റെ ഡാഡി സഹകരിച്ചു. പിന്നെ എന്തുകൊണ്ട് എന്റെ ഡാഡിക്ക് ഇത് പറ്റി? വയനാട്ടുകാരിൽ മൊത്തമുള്ളൊരു കാര്യമാണ്. വയനാട്ടിലെ 3/4 ജനങ്ങളെ ആന, പുലി, അവരെല്ലാം കടുവ എല്ലാം, കാട്ടുപോത്ത്, പന്നി, കൊരങ്ങ്, എലി എല്ലാം ശല്യ. എന്റെ ഡാഡി ഒരു നെൽകർഷകനാ. എന്റെ ഡാഡി കഴിഞ്ഞെല്ലാം പയറൊക്കെ പെതച്ചിട്ട് പാതിയോളം പക്ഷി കൊത്തിക്കൊണ്ടു പോവാ. അറിയോ? അതിന് പക്ഷി കൊത്തുന്നത് പക്ഷിക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ട് ആന ഇങ്ങോട്ട് ഇറങ്ങുന്നത്? ആനക്ക് കാടുണ്ട്. കാട്ടാനകൾക്ക് കാട് ഇഷ്ടം പോലെ ഉണ്ട്. വയനാട്ടിൽ തന്നെ എത്രയോളം കാടുകൾ കിടക്കുന്നു. കാടില്ലേ? പിന്നെ എന്തുകൊണ്ട് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങണം? നാട്ടാനകൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റൂല. ഒരു കാര്യം, കാട്ടാന പിന്നെ എന്റെ നാട്ടിലേക്ക് ഇറങ്ങണം. കാട്ടാന കാട്ടിലിറങ്ങിയാൽ മതി, നാട്ടിൽ ഇറങ്ങണ്ട. അതിനുള്ള സംവിധാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം. പിന്നെ എന്റെ ഡാഡിക്ക് സംഭവിച്ച കണക്ക് ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല. വയനാട്ടില് ഞാൻ കരഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനി കരയാൻ പാടില്ല. വയനാട്ടുകാർക്ക് 3/4 ജനവും എനിക്കറിയാം. ഞാൻ ഇത് കേട്ടിട്ടുള്ളത്, ഞാൻ ന്യൂസ് കാണുന്നതാ, പത്രം വായിക്കുന്നതാ. 3/4 ജനങ്ങളും കടുവേന്റെ ആക്രമണത്തിൽ, ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. ഇതുവരെ അതിനുള്ള പോകാൻ വഴി വയനാട്ടിൽ ഇത് വന്നിട്ടില്ല. വേറെ ഏത് രാജ്യത്ത് വന്നിട്ട് വയനാട്ടിൽ ഈ ചെറിയ മലയാള പ്രദേശത്ത് വന്നിട്ടില്ല. അറിയോ? എന്റെ ഡാഡി ഇവിടെ 3 മാസം മുമ്പ് ഇവിടെ ആന ഇറങ്ങിയായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്റെ ഡാഡി കുറച്ച് ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് അതിനെ അക്കരെ കയറ്റി വിട്ടു. പക്ഷെ ഈ ആന ഇവിടെ വന്നപ്പോ എന്റെ ഡാഡി ആ ചേട്ടന്മാരൊക്കെ തന്നെ ഇതിന്റെ പുറകെ ഓടിയത്. എന്റെ ചേട്ടൻ, എനിക്ക് വേറൊരു ചേട്ടായി, ആ ചേട്ടായി അടക്കം ചേട്ടായി മാറി. ചേട്ടായി ആന ഇളകിയത് കണ്ടപ്പോ ചേട്ടായി ഓടി, എന്റെ പുറകെ ഡാഡി ഓടി. എന്റെ മോനെ അവന്റെ ഒപ്പം അവന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നത്. ഡാഡി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തോണ്ടല്ലേ. എന്റെ ഡാഡിക്ക് പറ്റിയ കണക്ക് വയനാട്ടിലെ ഓരോ പുരുഷനും സ്ത്രീക്കും എനിക്ക് വാക്ക് വേണം. ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഈ വയനാട്ടിൽ നടക്കാൻ പാടില്ല. കാട്ടിൽ എത്രയോളം ഭക്ഷണങ്ങൾ കിടക്കുന്നു ആ കാട്ടാനയ്ക്ക്. വെള്ളമില്ലേ? പിന്നെ എന്തുകൊണ്ട് കാട്ടാൻ ഇവിടെ വന്നു? എന്റെ ഡാഡിക്ക് സംഭവിച്ച അത്ര ഒരു കാര്യം ഇനി ഇവിടെ നടക്കാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വയനാട്ടിലുള്ള 3/4 ഈ കാടുകളില് സംരക്ഷിക്കേണ്ടത് ഞാൻ പറയൂല. സംരക്ഷിച്ച ആനേനെ, പുലിനെ എന്ത് വേണേ അവിടെ വളർത്താം. പക്ഷെ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള രീതി ഉണ്ടാക്കി.